കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാംഗോ മസ്താനിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അൽഫോൺസ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ വലിയ പീസുകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ചെറിയ പീസ് നമുക്ക് ഇത് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു മാങ്ങയാണ് എടുത്തിരിക്കണം. അപ്പോൾ ഒരു 1/3 കപ്പ്. ഇതധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് 1/3 കപ്പ് എടുത്താണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര എടുക്കണ്ട കേട്ടോ. തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പാലും വാനില ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു ലൂസ് അനുസരിച്ച് ഒരുപാട് ലൂസാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടിരിക്കാൻ പാടില്ല. അതനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് അടിച്ചിടണം. അപ്പോൾ മധുരം കുറവാണെന്നുള്ളൊരു മാങ്ങയുടെ മധുരം കുറവാണെന്നുള്ളൊരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് ഐസ്ക്രീമും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിനെ അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത്, നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഇടാം. ഈ മാംഗോ പീസുകളും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിനകത്ത് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിന് നട്ട്സ് ഇടുകയാണ്, കാരണം എൻ്റെ ഒരു മോളെ നട്ട്സ് കഴിക്കുള്ളൂ, ഒരാൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിൽ നട്ട്സ് ഇടാൻ പോകുന്നത്. ഞാൻ ഇവിടെ ബദാമും കാഷ്യൂനട്ടുമാണ് ക്രഷ് ചെയ്ത് വെച്ചേക്കണം. അത് ഞാൻ ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറി ഉണ്ടെങ്കിൽ ചെറിയും കൂടിയും ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ മസ്താനി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.